മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയുടെ പിറന്നാളായിട്ട് തൻ്റെ പപ്പ കൊടുത്ത സമ്മാനം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അലീന. തനിക്ക് ഇത്രയും വലിയ സമ്മാനങ്ങളൊന്നും വേണ്ട പപ്പ, തന്നെ എല്ലാവരും ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി, അതിൽ കൂടുതലൊന്നും തന്നെ താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും അലീന പറയുന്നുണ്ട്. അലീന അത് കൊടുത്ത പാടെ നിരസിക്കുന്നത് കാണുമ്പോൾ സ്റ്റാൻലി ജോസഫിന് ആദ്യം വല്ലാത്തൊരു വിഷമാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ബാലചന്ദ്രൻ കൊടുത്തു വിട്ട നെക്ലസ് ബബിത അണിയിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് വലിയ എതിർപ്പൊന്നും കാണിച്ചില്ല. ഞാനൊരു സമ്മാനം നൽകിയപ്പോഴാണല്ലോ അവൾ അത് എതിർത്ത് നിൽക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ അലീന ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ സമ്മാനത്തിന് അർഹയല്ല പപ്പ, ഞാൻ ഇന്നലെ കയറി വന്ന ഒരാളാണ്. എന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച പപ്പയാണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ സമ്മാനം. അതെൻ്റെ അച്ഛൻ തന്ന സമ്മാനം തന്നെയാണ് എനിക്ക്. പപ്പയുടെ മകളാണ് ഞാനെന്ന് ഒരു ടെസ്റ്റ് പോലും പപ്പ നടത്താതെയാണ് എന്നെ പപ്പ സ്വീകരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതെന്നോടും എൻ്റെ അച്ഛനോടും വിശ്വാസം കൊണ്ടാണ് എന്നും എന്നെ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ സംശയമൊന്നും പപ്പയ്ക്ക് തോന്നിയില്ല എന്നുള്ളതും തന്നെ സത്യമാണ്. എന്നാൽ ഈ സമ്മാനത്തിന് ഒരിക്കലും ഈ അലീന അർഹയല്ല. ഞാൻ കാരണമാണ് അങ്ങ് അഞ്ജലിയിലെ വീട്ടിലെ കാറൊക്കെ നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഈ സമ്മാനം നമ്മുടെ ടോജോയ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ടോജോയ്ക്ക് നീ ആഗ്രഹിക്കുന്ന പോലെ നീ പറയുന്ന കാറ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. അത് എൻ്റെ മനസ്സിൽ നീ നിറച്ചു വെച്ചൊരാഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ മൂടി വെച്ച ഒരു പൊതി സ്നേഹം അതിന്ന് കുന്നോളമായി നിൽക്കുകയാണ്. ആ സ്നേഹത്തിനുടമകളായ എൻ്റെ 3 മക്കളെയും എനിക്ക് നീ തിരിച്ചു തരാമെന്നൊരു വാക്ക് നീ തന്നിരുന്നു. ആ വാക്ക് നീ പാലിക്കുന്ന ദിവസം, നീ ടോജോയെ അതോടൊപ്പം തന്നെ അവൻ്റെ 2 സഹോദരിമാരെയും എൻ്റെ ഈ കൈകളിലേക്ക് കൊണ്ടുവന്ന് തരുന്ന ദിവസം നീ പറയുന്ന കാറ് ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തോളാം. ഇത് ഞാൻ നിനക്കായിട്ട് വാങ്ങിച്ചതാണ് അലീന. ഇത് നീ ഉടനെ തന്നെ ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇത് അലീനയ്ക്ക് അലീനയുടെ പപ്പ സമ്മാനമായി നൽകിയതാണ്. അത് നീ എന്നും ഓർത്തു വെക്കണം. അതുകൊണ്ട് തന്നെയാണ് നിനക്കിതുവരെ നിൻ്റെ കയ്യിൽ കിട്ടാത്തൊരു സമ്മാനം തന്നെ ഈ പപ്പ ഈ നിമിഷം തന്നെ പോയി വാങ്ങിച്ചത്. ഇത് നാളെ തന്നെ ഞാൻ ഷോറൂമിലേക്ക് മാറ്റുകയും നിനക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നിൻ്റെ കയ്യിലേക്ക് ഞാൻ തരികയും ചെയ്യുകയുള്ളൂ. പക്ഷേ ഈ പിറന്നാൾ ദിവസം ഇനി നിൻ്റെ അനിയത്തിമാർ നിന്നെ വിഷ് ചെയ്ത പോലെ നീ 100 വയസ്സ് വരെ ജീവിക്കുന്ന ആ കാലത്തോളം നിൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെയൊരു വണ്ടിയും എന്നെയും നീ മറക്കില്ല എന്നൊക്കെ സ്റ്റാൻലി ജോസഫ് ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. അലീന അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു ഗിഫ്റ്റിൻ്റെ പുറത്താണോ പപ്പ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തെ പപ്പ അളക്കുന്നത്? ഒരു ഗിഫ്റ്റും ഇല്ലെങ്കിലും ജന്മം തന്ന പപ്പയെ അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ ഒരു മക്കളും ഒരു കാലത്തും മറക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പപ്പയും മകളും തമ്മിലുള്ള വല്ലാത്ത ഇമോഷണലി സംസാരം കണ്ടുകൊണ്ട് രോഹിത്ത് വരുന്നുണ്ട്. രോഹിത്ത് വന്ന് അലീനയോട് പറയാണ്, ചേച്ചി ഇത് ചേച്ചിയുടെ പപ്പ ആദ്യമായി നൽകിയ സമ്മാനമല്ലേ? പപ്പ പറയുന്നത് ഞാനും കേട്ടു. ഇവിടെ വന്നതിന് ശേഷം പപ്പ ഒരു മിഠായി പോലും കൊണ്ടു തന്നിട്ടില്ല, അല്ലെങ്കിൽ ചേച്ചിയോടൊരു ഷോപ്പിങ്ങിന് പോവാൻ വിളിച്ചാൽ പോലും ചേച്ചി തൻ്റെ പപ്പയ്ക്കൊപ്പം പോയിട്ടില്ലെന്നൊക്കെ. എന്തിനാ ചേച്ചി അങ്ങനെ നിരസിക്കുന്നത്? ചേച്ചിക്ക് ചേച്ചിയുടെ പപ്പ തന്ന സമ്മാനമാണ്. ഒരു പക്ഷേ ചേച്ചി ചെറുപ്പനാൾ മുതൽ ഈ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ ചേച്ചിക്ക് നേരത്തെ കൂട്ടി കിട്ടേണ്ട സമ്മാനങ്ങളുമായിരുന്നു. ചേച്ചി ഇത് ഒരിക്കലും നിരസിക്കാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും വിചാരിക്കണ്ട, ചേച്ചി 2 കൈയും നീട്ടി ചേച്ചിയുടെ പപ്പയിൽ നിന്നും ആ സമ്മാനം വാങ്ങുക തന്നെ വേണമെന്ന് പറയുകയാണ്. രോഹിത്തിൻ്റെയും വല്യപ്പച്ചൻ്റെയും ഒക്കെ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ അലീന തൻ്റെ പപ്പയോട് ചേർന്ന് നിന്നുകൊണ്ട് 2 കൈയും നീട്ടി ആ കാറിൻ്റെ കീ അവളുടെ കയ്യിലേക്ക് പപ്പ വെച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കേട്ടോ. കൃഷ്ണമോളൊക്കെ വന്ന് അലീനയും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അലീനയോട് കൃഷ്ണമോളും ബബിതയൊക്കെ പറയുന്നുണ്ട്, അടുത്ത തവണ വരുമ്പോൾ ചേച്ചി ഡ്രൈവ് ചെയ്യുന്ന കാറിലിരുന്നിട്ടായിരിക്കും നമ്മൾ ഈ കൊളുത്തുപുഴയൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ പോകുന്നതെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അലീനയോട്
പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ഇനി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ പപ്പ, ഇതെന്താ ഞാൻ വല്ല കുഞ്ഞു കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പപ്പയും ബബിതയും ഒക്കെ പറയുകയാണ്, അതൊന്നും പറ്റത്തില്ല, നിൻ്റെ അനിയത്തിമാർ നിനക്കായിട്ട് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നീ ഇന്നത്തെ ദിവസം സ്വീകരിക്കുക തന്നെ വേണമെന്ന്. കൃഷ്ണമോളും ബബിതയും അലീനയുമായിട്ട് മുകളിലെ മുറിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിരുന്ന് അവർ കൊണ്ടുവന്ന ആ ഫ്രോക്കൊക്കെ അലീനയെ അണിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും അലീനയെ യാത്ര അയപ്പിച്ച പോലെ അതിസുന്ദരിയായിട്ട് അവർ ഒരുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അലീനയുമായിട്ട് അവർ താഴേക്ക് ഇറങ്ങി വരികയാണ്. അലീന അത്ര സുന്ദരിയായി മാറിയിരിക്കുന്നു ആ ഡ്രസ്സിൽ. വളരെ എങ്ങനെയാ പറയുക, മാലാഖ പോലെ ഒരു ഫ്രോക്കൊക്കെ അണിഞ്ഞാണ് അലീന വന്ന് നിൽക്കുന്നത്. ഇത് കാണുന്ന സ്റ്റാൻലി ജോസഫിനും വല്യപ്പച്ചനും ഒക്കെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി ജോസഫ് അലീനയെ ചെന്ന് മുഖത്തൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയാണ്, ഇതിലും മനോഹരമായിട്ടായിരിക്കും എൻ്റെ മകളുടെ വിവാഹത്തിന് ഞാൻ അവളെ ഒരുക്കാൻ പോകുന്നത്. അത് നിങ്ങളാരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു വിവാഹമാക്കി ഞാൻ മാറ്റും. അതാണ് ഇനി എൻ്റെ അടുത്ത സ്വപ്നമെന്ന് പറയുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിൽ കടന്നു പോവുകയാണ് മനുവിൻ്റെ ചിന്ത. മനുവിനെ കുറിച്ചിട്ട് ആ സമയത്ത് രോഹിത്തൊന്നും പറയുന്നില്ലെങ്കിലും അങ്കിളിനോട് മനുവേട്ടൻ്റെ കാര്യം എന്തായാലും പറഞ്ഞു വെക്കണമെന്ന് രോഹിത്ത് ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചു. സ്റ്റാൻലി ജോസഫിൻ്റെ തോട്ടത്തിലെ പണിക്കാരുണ്ടായിരുന്നു, വീട്ടിലെ ജോലിക്കാരുണ്ടായിരുന്നു. എല്ലാവരും കൂടി അലീനയ്ക്ക് ബർത്ത്ഡേ വിഷൊക്കെ പാടി അവർ അതിമനോഹരമായി തന്നെ അന്നത്തെ ദിവസം ആ കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തുകയാണ്. അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇതേ സമയത്ത് അവളുടെ മനസ്സ് മുഴുവൻ ബ്രിജിത മമ്മി മാത്രമായിരുന്നു. മമ്മിക്കൊപ്പം ഉണ്ടായിരുന്ന ആ ബർത്ത്ഡേകളൊക്കെ ഒരു എക്ലെയർ മിഠായിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു. മമ്മി തനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്ന ആ 1 രൂപയുടെ എക്ലെയറിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പോൾ ഇത്രയും വിലമതിച്ച കേക്കിന് പോലും അലീനയ്ക്ക് രുചിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അലീനയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ എന്ത് പറ്റി ഇത്രയും സന്തോഷമുള്ള ദിവസത്തിൽ എന്നൊക്കെ പറയുമ്പോൾ വല്യപ്പച്ചൻ തന്നെ പറയാണ്, അവളോട് കൂടുതലൊന്നും ചോദിക്കണ്ട, എനിക്കറിയാം അവളുടെ മനസ്സ് മുഴുവനും അവളുടെ ഓർഫനേജിലെ ചിന്തകൾ മാത്രമാണ്. ഇനി അതെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വീണ്ടും ഇമോഷണൽ ആവുക മാത്രമേ ഉള്ളൂ, അല്ലാതെ അവളെ സന്തോഷിപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതുകൊണ്ട് അവൾ ആ സന്തോഷവും സങ്കടവും ഒക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഫോട്ടോസും വീഡിയോസും ഫോണിൽ പകർത്തുകയും കേക്കൊക്കെ മുറിച്ച് പരസ്പരം പങ്കുവെച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഉച്ചക്കലത്തുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. അതേസമയം സ്റ്റാൻലി ജോസഫ് ബുക്ക് ചെയ്ത പ്രകാരം അന്നത്തേക്കുള്ള ഫുഡൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീനയോടും ആൻ്റപ്പൻ ചേട്ടനോടുമൊക്കെ സ്റ്റാൻലി ജോസഫ് പറയാണ്, എല്ലാവരെയും ഫുഡ് കഴിപ്പിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്ന് അയക്കാൻ പാടുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വളരെ വൈകി തന്നെ ജോലിയൊക്കെ തുടർന്നാൽ മതി എന്ന് ഞാൻ ജോലിക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവരെ ഫുഡ് കൊടുത്തിട്ട് മാത്രമേ ഇവിടെ നിന്ന് അയക്കാൻ പാടുള്ളൂ. ഇന്നത്തെ ദിവസം അവർക്ക് സ്പെഷ്യലായിട്ട് എൻ്റെ വക ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്, അത് അലീന തന്നെയാണ് അവർക്ക് നൽകേണ്ടതെന്നൊക്കെ പറയുകയാണ്. അലീനയ്ക്ക് അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ഫോട്ടോസൊക്കെ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞതല്ലേ, ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, ഇനി നീ എന്നോട് വീണ്ടും പോയി ഡ്രസ്സ് എടുത്ത് ചേച്ചിയെന്ന് പറഞ്ഞേക്കരുത്, എന്തെങ്കിലും ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്തേക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു, പക്ഷേ എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ഫോട്ടോ ആരും ഇതുവരെ എടുത്തു തന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ബബിതയോട് ഞങ്ങൾ രണ്ടാളും മാത്രമുള്ളൊരു പിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് രോഹിത് വന്ന് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ട് നമ്മുടെ സ്റ്റാൻലി ജോസഫിന് അത്ര സഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും മാത്രമാണ് അലീന എന്നൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ. എങ്കിലും രോഹിത്തിനോടും ബബിതയോടും കൃഷ്ണമോളോടും ഒക്കെ വലിയ സ്നേഹം തന്നെയാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു മൂശാട്ട സ്വഭാവമൊക്കെ അദ്ദേഹത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ അലീന പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് കിച്ചണിലേക്ക് തന്നെയാണ് അവൾ നേരിട്ട് പോകുന്നത്. കൂട്ടത്തിൽ ബബിതയെയും കൃഷ്ണമോളെയും വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട്. കൃഷ്ണമോൾ പറയുന്നുണ്ട്,
രോഹിതേട്ടൻ അന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നു അങ്കിള് ഒരല്പം സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന്. ഇപ്പോൾ സംസാരത്തിലും എനിക്ക് തോന്നി ചേച്ചി എന്തായാലും ഓക്കെ അല്ലേ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, നീ എന്ത് പൊട്ടത്തരൊക്കെയാണ് കൃഷ്ണ ഈ ചോദിക്കുന്നത്? ഇത്രയും വലിയ ബംഗ്ലാവും ഇത്രയും വലിയ എന്താ പറയണ്ടേ അതിനെ എന്നൊക്കെ ബബിത ഇങ്ങനെ പറയാണ്. നീ കണ്ടില്ലേ ചേച്ചിയുടെ 24ാമത്തെ വയസ്സിൽ ചേച്ചിക്ക് കിട്ടിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറാ. നീ നോക്കിക്കോ, നിൻ്റെ 24ാമത്തെ വയസ്സിലേ നിന്നെ കെട്ടിച്ചിട്ടിട്ടുണ്ടാവും അച്ഛൻ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം കളിയാക്കുകയാണ്. കൃഷ്ണമോളോടും ബബിതയോടും അലീന പറയാണ്, വിവാഹത്തെക്കുറിച്ചല്ല, നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് നല്ലൊരു ജോലിയാണ് കണ്ടെത്തേണ്ടതെന്നൊക്കെ. അങ്ങനെ അവർ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവന്നൊക്കെ വെച്ച് കൂടെ ഉണ്ടായിരുന്ന പണിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചിരുത്തുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് സ്റ്റാൻലി ജോസഫ് അലീനയുടെ കയ്യിലേക്കായിട്ട് കുറച്ച് ക്യാഷ് കവറുകൾ കൊടുക്കുകയാണ് കേട്ടോ. അലീനയോട് പറയുന്നുണ്ട് ഓരോന്നെടുത്തിട്ട് അവർക്ക് ഓരോരുത്തർക്കായിട്ട് നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നീ അവർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അലീനയ്ക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം തൻ്റെ പപ്പയ്ക്ക് അങ്ങനെ തോന്നിയല്ലോ എന്ന് ആലോചിച്ചിട്ട് അലീന പെട്ടെന്ന് തന്നെ ആ പൈസ ആ കവറുകളൊക്കെ വാങ്ങിച്ചിട്ട് ഓരോരുത്തരുടെയും കൈകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് കാണുന്ന വല്യപ്പച്ചൻ പറയുകയാണ്, നോക്കടാ സ്റ്റാൻലി, ഇപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിന്നോട് അപ്പോളേ പറഞ്ഞതല്ലേ അവൾക്ക് അതിനോടൊക്കെയാണ് താല്പര്യമെന്ന്. നീയേ അവളെയും കൂട്ടി ഒരു ഓർഫനേജിൽ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ചോക്ലേറ്റ്സോ ഡ്രസ്സോ മിഠായിയോ അല്ലെങ്കിൽ അന്നത്തെ ഫുഡോ ഒക്കെ കൊടുത്തു നോക്കിയേ, ഇതിലും ഹാപ്പി കാണായിരുന്നു അവളുടെ മുഖത്ത്. നീ ഈ ലക്ഷങ്ങളുടെ കാറൊന്നും മുടക്കി മേടിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. നീ ആ കാറിൻ്റെ ചാവി നീട്ടിയ സമയവും ഇപ്പോൾ നീ ഈ ക്യാഷ് കവറുകൾ അവളുടെ നേരെ നീട്ടിയ സമയവും നിൻ്റെ മൈൻഡിലിട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ, അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് രോഹിത് വായപൊത്തി നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. വെള്ളിപ്പിച്ചൻ എത്രത്തോളമാണ് ചേച്ചിയെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പകുതി പോലും അദ്ദേഹം, അതായത് അലീനയുടെ പപ്പ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ വന്ന ആ ജോലിക്കാർക്കൊക്കെ അവൾ ആ കവറുകളൊക്കെ കൊടുത്തു. അവരെ വളരെ സന്തോഷപൂർവ്വം തന്നെ അവൾ യാത്ര അയക്കുകയാണ്. തിരിച്ച് വന്ന് രോഹിത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി കുറച്ച് സമയം റെസ്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകേണ്ടതല്ലേന്ന്. അപ്പോഴാണ് രോഹിത്ത് പറയുന്നത്, അതാണ് ഇനി ചേച്ചിയോട് പറയാനുള്ളത്. ഞങ്ങൾക്കേ ഇന്ന് പോവാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ചേച്ചി വിളിച്ചൊന്ന് അച്ഛനോട് പറയോ, ഞങ്ങളെ ഇന്ന് തിരിച്ചയക്കത്തില്ല, ഇന്നത്തെ ദിവസം ചേച്ചിയുടെ ഒപ്പം ഞങ്ങളെ നിർത്തണമെന്ന്. ഞങ്ങൾക്ക് പോവാൻ തോന്നുന്നില്ല ചേച്ചി, പ്ലീസ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛനെ ആകെ വിഷമാവില്ലേ? നിങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് പോകുന്നതല്ലേ? അച്ഛൻ എന്നോട് രാവിലെ നിങ്ങൾ ഇവിടെ എത്തിയത് ചോദിക്കാനായിട്ട് വിളിച്ചപ്പോൾ എന്നോട് അച്ഛൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ അവരെ തിരിച്ചയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെന്നില്ലെങ്കിൽ അച്ഛൻ്റെ മെഡിസിൻ്റെ കാര്യമൊന്നും അച്ഛൻ ഓർത്തെടുത്ത് കഴിക്കില്ലെങ്കിലോ എന്ന് പറയുകയാണ്. അപ്പോഴാണ് രോഹിത് പറയുന്നത്, അതൊക്കെ ആ സമയത്ത് തന്നെ ചേച്ചി എടുത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ബബിത ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറാനുള്ളൊരു നീക്കം നടത്തുന്നത് കൊണ്ട് തന്നെ അവൾ അച്ഛനോട് അതേ സമയത്ത് കറക്റ്റ് മരുന്നെടുത്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ തന്നെയാണ് ഇപ്പോൾ മെഡിസിനൊക്കെ എടുത്ത് കഴിക്കുന്നത് ചേച്ചി, അല്ലാതെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ ഇങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് രോഹിത്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, മേനോനോട് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അലീന തന്നെ വിളിച്ചൊന്ന് പറഞ്ഞു നോക്ക്, അവരെ നാളെ രാവിലെ തന്നെ ഇവിടെ നയിക്കാമെന്ന്. ഇന്നത്തെ രാത്രി എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒത്തുകൂടാലോ എന്ന് പറയുകയാണ്. പെട്ടെന്നുണ്ടായ ഒരു ബർത്ത്ഡേ പാർട്ടി ആയതുകൊണ്ടാണ് പപ്പ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസം ടാനിയയെയും ടെൽസയെയും ടോജോയെയും ഒക്കെ ഇവിടെ വരുത്തിയേനെ. നമ്മുടെ റീത്താമ്മച്ചിയും എൽസാമ്മച്ചിയും ഒക്കെ അറിയാതെ തന്നെ. ഇതിപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം ആകെ വിഷമായിരിക്കും. അതൊക്കെ അവരോട് പറയാതിരുന്നാൽ പോരേന്ന് സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, അത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കാനായിട്ട് ഇവിടെ വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അധികം വൈകാതെ തന്നെ നിൻ്റെ മുമ്പിൽ ഹാജരാക്കിയേക്കാം. ഇതിപ്പോൾ ഇവിടുത്തെ 1 by 1 കാര്യങ്ങൾ അവിടെ അറിഞ്ഞിട്ടുണ്ടാവും സ്റ്റാൻലി എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, അതൊക്കെ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്കറിയാം, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ കുട്ടികൾക്ക് അതിലൊരു വിഷമം ഉണ്ടാവുമെന്ന് അലീന പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, രോഹിത്തിനെ സമാധാനിപ്പിക്കാനായിട്ട് ഞാൻ അച്ഛനെ വിളിച്ചൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അച്ഛൻ ഒരുപാട് നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓക്കെ എന്ന് രോഹിത്തും പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അലീന അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് സ്റ്റാൻലി ജോസഫിനോടായിട്ട് രോഹിത്ത് ചോദിക്കുകയാണ്, അങ്കിള് കുറച്ച് മുമ്പ് ചേച്ചിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ലേ? അങ്കിള് ചേച്ചിക്ക് മറ്റൊരു വിവാഹകാര്യം ആലോചിക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ സമ്മതം ചോദിക്കത്തില്ലേന്ന്. ഇത് രോഹിത്തിൻ്റെ നാവിൽ നിന്നും ഈ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ സ്റ്റാൻലി ജോസഫിന് രോഹിത്ത് എവിടേക്കാണ് കറങ്ങി തിരിഞ്ഞു പോകുന്നതെന്ന് ഓൺ ദി സ്പോട്ടിൽ മനസ്സിലായി. സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, അത് എന്തായാലും ചോദിച്ചിരിക്കും രോഹിത്തെ, പക്ഷേ അലീനയുടെ പൂർണ്ണ സമ്മതത്തോടും എനിക്കും കൂടി ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ അലീനയെ ഞാൻ വിവാഹം കഴിപ്പിച്ചയക്കത്തുള്ളൂ. രോഹിത്ത് അതേസമയം ചോദിക്കുന്നുണ്ട്, അങ്കിളിന് അറിയത്തില്ലേ ചേച്ചിയും മനുവേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. പെട്ടെന്ന് തന്നെ സ്റ്റാൻലി ജോസഫിൻ്റെ ആ മുഖഭാവമൊക്കെ മാറുകയാണ്. സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഇഷ്ടം അലീനയ്ക്കുണ്ടെന്ന് എപ്പോഴെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടോയെന്ന്. രോഹിത്ത് പറയാണ്, അത് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ചേച്ചി എന്തായാലും അങ്ങനെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് മനുവേട്ടനോട് പറയൊന്നുമില്ല. കാരണം ചേച്ചിക്ക് വേണ്ടി മനുവേട്ടൻ കാത്തിരിക്കാനും ചേച്ചി പറഞ്ഞിട്ടില്ല. മനുവേട്ടൻ്റെ ഭാവിക്ക് ഏതാണോ നല്ലത് അത് തിരഞ്ഞെടുക്കാനാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ചേച്ചിക്ക് മനുവേട്ടന് ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു പക്ഷേ അങ്കിളിന് വേണ്ടി മാത്രമായിരിക്കും ചേച്ചി ഇനി അത് വേണ്ടാതെ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്കിൾ എന്തിനാണ് അത് എതിർക്കുന്നതെന്ന്. സ്റ്റാൻലി അപ്പോൾ പറയാണ്, നിനക്ക് ഒരു കാര്യം അറിയോ? ഓരോ ദിവസവും നേരം വെളുത്ത് വൈകുന്നേരം ആവുന്നതിനുള്ളിൽ അലീന എന്നോട് ഓർഫനേജിൽ ഓരോ കാര്യങ്ങൾ അവൾ എന്നോട് സംസാരിക്കുമ്പോഴെല്ലാം ആ കൊല്ലപ്പള്ളിയിലുള്ള ഓരോരുത്തരോടും എനിക്ക് ശത്രുത ഏറിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടകളാണവർ, ദുഷ്ടകൾ. അത്രയ്ക്ക് ക്രിമിനൽ മൈൻഡുള്ളവരാണ്. ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും വേർപിടിച്ച് ഒരു ബന്ധവുമില്ലാത്തവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്ത അത്രയ്ക്ക് ക്രൂരത ഒരാളോടും കാണിക്കാൻ പാടില്ല, ഒരു കുഞ്ഞിനോടും കാണിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആ വീട്ടിലേക്കാണോ എൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കണമെന്ന് നീ എന്നോട് പറയുന്നത് രോഹിത്തെ? നടക്കില്ല രോഹിത്തെ. എൻ്റെ ജന്മശത്രുക്കളാണവർ. എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടി എറിഞ്ഞ് അത് വളർത്താൻ കൊണ്ടുപോയതല്ല അവർ. അത് എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ നല്ലൊരു മനുഷ്യന്മാരുടെ പ്രവൃത്തിയാണെന്ന്? ഞാനില്ലാത്ത വീട്ടിൽ കയറി എൻ്റെ ഗർഭിണിയായ ഭാര്യയെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോയ ദുഷ്ടകളാണവർ. സോറി രോഹിത്തെ, ഞാൻ മറ്റൊന്നും ചിന്തിച്ചുകൊണ്ട് പറഞ്ഞതല്ല. ജീവിതത്തിൽ അവരോട് എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഒന്നും തന്നെ. എൻ്റെ ജീവിതത്തിൽ നിന്നും വൈജയന്തി പോയതിനേക്കാളും ക്രൂരതയല്ലേ എൻ്റെ കുഞ്ഞിനോട് അവർ കാണിച്ചത്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. രോഹിത്തിനെ കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം സ്റ്റാൻലി ജോസഫ് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് രോഹിത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് രോഹിത്തിന് മറുത്ത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനോ ഒന്നിനും കുറച്ച് സമയത്തേക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ രോഹിത്ത് പറയുന്നുണ്ട്, അങ്കിളിനൊരു കാര്യം അറിയോ? ചേച്ചി ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ നമ്മുടെ മനുവേട്ടൻ കാരണം തന്നെയാണ്. കാരണം അവിടെയുള്ള കൊല്ലപ്പള്ളിയിലെ മുത്തച്ഛൻ മനുവേട്ടനോടാണ് അലീന ചേച്ചിയെ സംരക്ഷിക്കണമെന്നും അലീന ചേച്ചിയെ കൈവിട്ട് കളയരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി ജോസഫ് ഒന്ന് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞു വരുന്നത് പ്രധാനപ്പെട്ട ദുഷ്ടകഥാപാത്രത്തെക്കുറിച്ചാണ് അല്ലേ രോഹിത്തെ? കുഞ്ഞിരാമ മേനോൻ. കൊള്ളാം. അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് എന്താണ് നീ ഇങ്ങനെ ഇത്ര വിശാലഹൃദയനായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നത് പോലെ പറയുന്നത്? എല്ലാത്തിൻ്റെ സൂത്രധാരൻ അയാളായിരുന്നു രോഹിത്തെ. അയാളല്ലേ എൻ്റെ ഭാര്യയെ
അത് പറഞ്ഞു കഴിയുമ്പോൾ സ്റ്റാൻലിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ മകനോട് തന്നെയാണല്ലോ ഇതൊക്കെ പറയേണ്ടി വരുന്നതെന്ന്. എങ്കിലും സ്റ്റാൻലി പറയുകയാണ്, അവളെ തട്ടിക്കൊണ്ടു പോകാനും അവളെ ഒളിപ്പിച്ച് ഒരിടത്ത് പാർപ്പിച്ചതിന് ശേഷം പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കാനുമുള്ള ഉപാധിയൊക്കെ മറ്റുള്ളവർക്ക് നിർദ്ദേശിച്ചത്. പള്ളിയിൽ ചെന്ന് കുമ്പസരിക്കുന്നത് പോലെ അവസാനം മരണം സമയത്ത് എല്ലാത്തിനും കർട്ടനിട്ടുകൊണ്ടായിരുന്നു അയാളുടെയും അന്ത്യം. കാരണം അയാളോട് പിന്നെ ഒരാളും ചോദിക്കാനില്ലല്ലോ. മരിച്ചുപോയ ഒരാളുടെ വാക്കിന് വില കൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അലീനയെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഒരു സെർവൻ്റായി വീട്ടിൽ വയ്ക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യം. രോഹിത് പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. കുഞ്ഞിരാമമേനോൻ ഈ സത്യം മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആരും അറിയാതെ പോയേനെ. സത്യമെന്ന് വെച്ചാൽ അലീന എന്ന് പറയുന്ന വൈജയന്തിയുടെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് അയാൾ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോഴും ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ടെന്നും വീട്ടിലെ വേലക്കാരിയാക്കി നിർത്തണമെന്നും അല്ലേ? ഇതല്ലേ രോഹിത് പറഞ്ഞ ആ പുണ്യവാനെക്കുറിച്ച് പറയാനുള്ളത്? ഏത് മുത്തച്ഛനാടോ ഒരു പേരക്കുട്ടിയെ കൊണ്ടുവന്ന് വേലക്കാരിയാക്കി നിർത്തണമെന്ന്, വേലക്കാരിയാക്കി ഈ കൊട്ടാരത്തിൽ വാഴിക്കണമെന്നും കൽപ്പിക്കുന്നത്? പിന്നെ എനിക്ക് മനസ്സിലായി നീ പറഞ്ഞു വരുന്നത്. ഇതിലൊന്നും മനുവേട്ടനില്ലല്ലോ, മനുവേട്ടൻ നിരപരാധിയാണ്, മനുവേട്ടൻ ചേച്ചിയെ സംരക്ഷിച്ചിട്ട് മാത്രമുള്ളൂ എന്ന്. ബാലചന്ദ്രമേനോനും പറഞ്ഞ് എനിക്ക് കുറേയൊക്കെ മനുവിനെക്കുറിച്ച് അറിയാം. എനിക്ക് ആ കുട്ടിയോട് വ്യക്തിപരമായിട്ട് യാതൊരു ശത്രുതയുമില്ല, ഉണ്ടാവേണ്ട കാര്യവുമില്ല. എൻ്റെ മകളെ സ്നേഹിച്ചു പോയി എന്നത് ഒരു കുറ്റമായി ഞാൻ കാണുന്നില്ല. നാട്ടുനടപ്പാണ്. സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ കാണുമ്പോൾ സാധാരണപ്പെട്ട ഒരു പുരുഷന് സ്നേഹം തോന്നുന്നത്. തിരിച്ച് അവനെക്കുറിച്ച് നല്ലതോ അല്ലെങ്കിൽ സൗന്ദര്യമോ കണ്ട് തിരിച്ചും ആ പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നുന്നതൊക്കെ. അങ്ങനെ തോന്നിയില്ലെങ്കിലാണല്ലോ കുഴപ്പം എന്നുകൂടി സ്റ്റാൻലി ജോസഫ് രോഹിത്തിനോട് പറയുകയാണ്. രോഹിത്ത് ആകപ്പാടെ ഒരു പെട്ട അവസ്ഥയിലാണ് സ്റ്റാൻലി ജോസഫിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. സ്റ്റാൻലി ജോസഫിനോട് തിരിച്ചൊന്നും പറയാനില്ലല്ലോ രോഹിത്തിന്. കാരണം അദ്ദേഹം പറയുന്നതൊക്കെ വള്ളി പുള്ളി വിടാതെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ കൊല്ലപ്പള്ളിക്കാർ കാരണം അനുഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിനെ ന്യായീകരിക്കാൻ തൻ്റെ കയ്യിൽ മറ്റൊന്നും രോഹിത്തിനില്ല. 10-20 വയസ്സായ രോഹിത്തിന് ഈ 40-45 വയസ്സ് കഴിഞ്ഞ സ്റ്റാൻലി ജോസഫിൻ്റെ മുമ്പിൽ ജീവിത പാടവങ്ങളില്ല പറഞ്ഞു നിരത്താൻ. രോഹിത്തിന് ആകെ തൻ്റെ മുമ്പിലുള്ളത് തൻ്റെ ചേച്ചിയുടെയും തനിക്ക് അത്രയും പ്രിയപ്പെട്ട മനുവേട്ടൻ്റെയും സ്നേഹബന്ധം മാത്രമാണ്. വീണ്ടും സ്റ്റാൻലി ജോസഫ് പറയുകയാണ്, മനു നല്ലവനായിരിക്കാം, മനുവിന് എൻ്റെ മകളെ പൊന്നുപോലെ നോക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കാം. പക്ഷേ അവൻ പിറന്നത് ആ ദുഷ്ടകഥാപാത്രങ്ങളുടെ സന്തതിയായിട്ടാണ്. എത്ര വന്നാലും അവനിൽ ഒരു പക്ഷേ അതുണ്ടായേക്കാം. എൻ്റെ മകളെ ഒരു കാലത്ത് അവനും വലിച്ചെറിയില്ലെന്ന് എന്താണ് ഉറപ്പ്? അനാഥാലയത്തിൽ നിന്നും വന്ന് അവൻ്റെ അത്രയും വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ മകളെ അവന് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നൊരു നിമിഷത്തിൽ അവൻ വലിച്ചെറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം രോഹിത്തെ? നീ പറഞ്ഞു തരൂ എനിക്ക്. നീയാണ് എന്നോട് മനുവേട്ടനെക്കുറിച്ചുള്ള നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ വന്നത്. ആ നിന്നോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അറിഞ്ഞിരുന്നു കൊണ്ട് എന്തിനാണ് ഞാൻ എൻ്റെ കുട്ടിയെ വീണ്ടും വേദനിപ്പിക്കാനായിട്ട് അവർക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നത്? അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ വിഷമേ ഉണ്ടാവുള്ളൂ. ഭാവിയിൽ അവൾക്കത് അവളുടെ പപ്പ ചെയ്തത് നല്ല കാര്യമാണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും അവളെ ഞാൻ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കത്തുള്ളൂ എന്നുകൂടി സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്. രോഹിത്തിന് തിരിച്ച് ഒന്നും പറയാനില്ല എന്നൊരവസ്ഥയിലേക്ക് ചെന്നെത്തി കാര്യങ്ങൾ. രോഹിത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. രോഹിത്തിനോട് പറയുകയാണ്, താൻ വിഷമിക്കണ്ടടോ, തൻ്റെ ചേച്ചിയെ താൻ ഈ പറയുന്ന മനുവേട്ടനേക്കാളും മിടുക്കനായ ഒരാൾക്കായിരിക്കും ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, അവളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടി ഞാനൊന്ന് ചിന്തയിൽ വെച്ചിട്ടുണ്ട്. അതിന് തൻ്റെ ചേച്ചി സമ്മതിച്ചു കഴിഞ്ഞാൽ എത്ര തന്നെ വന്നാലും അവൾക്ക്
ഏത് കോഴ്സ് പഠിച്ച് എവിടെ എത്തണമെന്ന് അവൾ പറയുന്നിടത്തായിരിക്കും ബാക്കി കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ മനു, ഈ പറയുന്ന തന്നെ മനുശങ്കറൊക്കെ എൻ്റെ മകൾക്ക് താഴെയായിരിക്കും. ഒന്നില്ലെങ്കിൽ അവൾക്ക് തോളോടൊപ്പം നിൽക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അതിലും മേലെയുള്ള ഒരാളെ ആയിരിക്കും ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തുക. അന്ന് താനും എന്നോട് പറയും അങ്കിള് ചെയ്തത് തന്നെയാണ് നല്ലതെന്ന്. താൻ എന്തായാലും വിഷമിക്കാതിരിക്കേ. തൻ്റെ ചേച്ചിയുടെയും താൻ ഈ പറയുന്ന തൻ്റെ മനുവേട്ടൻ്റെയും ഒക്കെ വിഷമങ്ങൾ ഞാൻ മാറ്റി തന്നേക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് രോഹിത്തിനിങ്ങനെ ഷോൾഡറിന് പിടിച്ച് സ്റ്റാൻലി ജോസഫിലേക്ക് അടുപ്പിച്ചുകൊണ്ട് സ്റ്റാൻലി ജോസഫ് തമാശ രൂപേണ ചോദിക്കുകയാണ്, അന്ന് വന്നപ്പോൾ എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. രേവതിക്കുട്ടി എന്തേ ഇന്ന് ചേച്ചിയുടെ പിറന്നാളിന് വന്നപ്പോൾ രേവതിക്കുട്ടിയെ കൂട്ടാതെ പോകുന്നത്? രേവതിക്കുട്ടി ഞങ്ങളുടെ ബന്ധുവാടോ. അപ്പോൾ ആ കുട്ടിയെ കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു ദോഷവും ഉണ്ടായിരുന്നില്ല. തനിക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെ കാണുകയും ചെയ്യായിരുന്നല്ലോ. താൻ അവളെ വിവാഹം കഴിക്കുന്നതിൽ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ജീവിതത്തിൽ തനിക്ക് പറ്റിപ്പോയിട്ടുള്ള തെറ്റുകളൊക്കെ അറിയാവുന്ന ഒരു കുട്ടിയുമാണ്. അതൊക്കെ ക്ഷമിച്ച് തന്നെ ഇഷ്ടപ്പെടാനുള്ള മനസ്സ് അവൾക്കുണ്ടായിരുന്നുവെങ്കിൽ ജീവിതാവസാനം വരെ നിങ്ങളുടെ ജീവിതം നല്ല രീതിക്ക് തന്നെ പോവുകയും ചെയ്യും. രോഹിത്ത് പെട്ടെന്നൊന്ന് ചമ്മിയൊരവസ്ഥയിലേക്ക് മാറി. രോഹിത്ത് അപ്പോൾ ചോദിക്കുകയാണ്, അങ്കിളിതൊന്നും മറന്നിട്ടുണ്ടായില്ല അല്ലേ എന്ന്. സ്റ്റാൻലി പറയുന്നുണ്ട്, വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാ മറക്കുക? രോഹിത്തിനോട് ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ, തൻ്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ തനിക്ക് രേവതിക്കുട്ടിയെ വിവാഹം കഴിക്കാനായി ഞാൻ തന്നെ സഹായിക്കുമെന്ന്. മേനോനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചു കൊള്ളാമെന്ന്. അതൊക്കെ രോഹിത്ത് മറന്നുപോയോ? എന്തു പറ്റി? ഇപ്പോഴും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒക്കെ ഇല്ലേ എന്നൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ് കേട്ടോ സ്റ്റാൻലി ജോസഫ്. രോഹിത്ത് പറയുന്നുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ ഇന്നലെ ചേച്ചിയുടെ അടുത്ത് വരുന്ന കാര്യം പറയാൻ വേണ്ടി രേവതിക്കുട്ടിയെ വിളിച്ച സമയത്ത് അവളുടെ കോൾ എനിക്ക് കണക്റ്റായി കിട്ടിയിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നിട്ട് അതിന് ശേഷം ഇവിടേക്ക് വരാനുള്ള സമയമൊന്നും ഉണ്ടായതുമില്ല. ഇനിയിപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് അവളെ കൂട്ടിയില്ലെന്നുള്ള പരാതി ഉറപ്പായിട്ടും എനിക്ക് തന്നെയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതിനൊരു വഴക്കും പിണക്കവും ഉറപ്പ് തന്നെയാണ് എന്നുകൂടി രോഹിത്ത് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ. താൻ ഇപ്പം തന്നെ ഒന്ന് രേവതിക്കുട്ടിയെ വിളിച്ചേക്ക്. എന്നിട്ട് അവളോട് പറഞ്ഞേക്ക് നമ്മളിവിടെ ഉണ്ടെന്നും ഇന്ന് അലീന ചേച്ചിയുടെ പിറന്നാളായിരുന്നുവെന്നും എല്ലാവരും കൂടി ചെറിയൊരു ട്രീറ്റിലാണെന്നും ഇന്നത്തെ ദിവസം നിങ്ങളിവിടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം അലീന തന്നെ ഏറ്റെടുത്തോളും. അപ്പോൾ ഇന്നത്തെ നൈറ്റ് നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ അടിച്ചു പൊളിക്കാം. തൻ്റെ രേവതിക്കുട്ടിയോടും കൂടി മാമച്ചനെയും ഗ്രേസമ്മയെയും കൂട്ടി ഇവിടേക്ക് വരാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് പോകുന്നുണ്ട്. രോഹിത്ത് അവിടെ നിന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. രേവതിക്കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ പ്രശ്നം മുഴുവൻ അവൾ തൻ്റെ തലയിൽ തന്നെ ഇടും. വിളിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. പക്ഷേ അങ്കിള് പറഞ്ഞതുപോലെ തന്നെ രേവതിക്കുട്ടിയും മാമച്ചൻ അങ്കിളും ഗ്രേസമ്മാൻ്റെയും ഇന്നത്തെ ദിവസം ഇവിടെ വരികയാണെങ്കിൽ ആ പരാതിക്ക് ഒരല്പം കട്ടി കുറയുകയും ചെയ്യും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കിയേക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് രേവതിക്കുട്ടിക്ക് കോൾ ചെയ്യാണ് രോഹിത്ത്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി കൂട്ടുകാരെ.